لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഡോക്ടർ കീശിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പ്രിയപ്പെട്ട ആലൂരാജിയുടെ നല്ല ഒരു കോച്ചിങ് ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 14ാമത്തെ ഫർളാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. 13 ഫർളുകളെ ചെറിയ തോതിൽ ഓതി ഇനി ഇൻഷാ അല്ലാഹ് 14ാമത്തെ ഫർളാവുന്ന തർത്തീബിനെ കുറിച്ചും തുടർന്ന് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില സുന്നത്തുകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ ഓതാനുള്ള ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഓതാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൊരുത്തം നേടാനും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വറാബിഅ അശ്രിഹാ, നിസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് റുക്നുകളിൽ നിന്ന് 14ാമത്തേത് തർത്തീബുൻ, ക്രമം പാലിക്കലാണ്. എവിടെ ക്രമം പാലിക്കുക? ബൈന അർക്കാനിഹ, നിസ്കാരത്തിന്റെ റുക്നുകൾക്കിടയിൽ ക്രമം പാലിക്കുക. ഏത് റുക്നുകൾ? മുമ്പ് അൽ മുതഖദ്ദമ, മുമ്പ് പറയപ്പെട്ട റുക്നുകൾക്കിടയിൽ തർത്തീബ്, ക്രമം പാലിക്കുക. എങ്ങനെ ക്രമം പാലിക്കുക? കമാ ദുക്കിറ, പറയപ്പെട്ടതുപോലെ. ഒന്നാമത് പറഞ്ഞതിന് 1ാം സ്ഥാനം കൊടുക്കുക, രണ്ടാമത് പറഞ്ഞത് അതിനെ തുടർന്നുള്ള 2ാം സ്ഥാനത്താവുക, മൂന്നാമത് പറഞ്ഞത് 3ാം സ്ഥാനത്താവുക. ഇങ്ങനെ ക്രമം പാലിച്ചുകൊണ്ട് ചെയ്യണം എന്നതാണ് 14ാമത്തെ ഫർള്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നതായി നിങ്ങൾ എന്നെ ഏത് രീതിയിലാണോ കണ്ടത് ആ രീതിയിൽ വേണം നിങ്ങൾ നിസ്കരിക്കുവാൻ എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനമാണ് തർത്തീബ് നിർബന്ധമാണ് എന്നതിന്റെ അടിസ്ഥാന പ്രമാണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ ക്രമത്തിലാണ് ചെയ്തു കാണിച്ചു തന്നത്. അതുകൊണ്ട് ആ ക്രമത്തിൽ തന്നെ നമ്മളും ചെയ്തെങ്കിലേ അത് നിസ്കാരമാവും. ഖുർആനിൽ പറയുമ്പം 700ഓളം സ്ഥലത്ത് നിസ്കാരത്തെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയും ആദ്യം നിങ്ങൾ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം, പിന്നെ നൃത്തത്തിലായി ഫാത്തിഹ ഓതണം, അതിന്റെ ശേഷം റുക്കൂഉം പിന്നെ ഇഅ്തിദാലും അതിനുശേഷം സുജൂദും അനന്തരം ഇടയിലിരുത്തവും പിന്നീട് വീണ്ടും 2ാമത്തെ സുജൂദും, ഈ രീതിയിൽ നിസ്കരിക്കണമെന്ന് ഖുർആനിൽ എവിടെയും കാണാൻ കഴിയില്ല. 1ഉം 2ഉം 10ഉം 100ഉം സ്ഥലത്തല്ല 700ഓളം സ്ഥലത്ത് നിസ്കാരത്തെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന നിസ്കാരം ഖുർആൻ ഇത്രയും പ്രാധാന്യം കൊടുത്ത്
നമ്മെ ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ ആജ്ഞാപിച്ച ഈ നിസ്കാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ തന്നെ പറഞ്ഞത് ലി തുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ദീനിയായ കാര്യങ്ങൾ അവിടുന്ന് ബയാൻ ചെയ്തു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് അവിടത്തേക്ക് സാവകാശം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ആ ബയാനാണ് എല്ലാത്തിന്റെയും രൂപം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ബയാൻ ചെയ്ത് കാണിച്ചു തന്നത് അതാണ്. അപ്പൊ ഈ രീതിയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ നിസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്നത്. അതുകൊണ്ട് ആ ക്രമം പാലിച്ചുകൊണ്ട് നിസ്കരിച്ചെങ്കിലേ നിസ്കാരമായി അത് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇനി അതിന്റെ വിശദീകരണം. അപ്പോ ഫൈൻ തഅമ്മദ, ഒരാള് മനഃപൂർവ്വം ചെയ്തു എന്ത്? അൽ ഇഖ്ലാല ബിത്തർതീബ്, മേൽ പറയപ്പെട്ട ഫർളുകൾക്കിടയിലുള്ള ക്രമത്തെ ഭംഗം വരുത്തി, ക്രമം പാലിക്കാതെ ആ ക്രമത്തിന് ഭംഗം വരുത്തി മനഃപൂർവ്വം. എങ്ങനെ ഭംഗം വരുത്തുന്നത്? ബിതഖ്ദീമി റുക്നിൻ ഫീലിയിൻ, ഫേലിയായ ഫർളുകളിൽപ്പെട്ട 7 ഫർള് പറഞ്ഞു നമ്മൾ. ആ 7-ൽ ഏതെങ്കിലും ഒരു ഫർളിനെ മുന്തിക്കുന്നു. അബദ്ധത്തിലോ ഓർമ്മയില്ലാതെയോ അതല്ലെങ്കിൽ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതൊന്നുമല്ല, ബോധപൂർവം കരുതിക്കൂട്ടി ഈ ക്രമം തെറ്റിച്ചുകൊണ്ട് ഒരു ഫീലിയായ ഫർളിനെ മുന്തിച്ചു. ഇതുപോലെ ഉദാഹരണം പറഞ്ഞ കഅൻ സജദ, ഒരാള് സുജൂദ് പോയി. ഖബല റുക്കൂക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ നൃത്തത്തിൽ ഫാത്തിഹ ഓതി സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം റുക്കൂക്കാ പോകേണ്ടതെന്ന് അവനെ അറിയാം. ഒന്നാണ് സുജൂദ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എന്താ ഖിയാമത്ത് നിലക്കോ? ഓൻ അങ്ങനെ ഒരു വാശിക്കാരനാ. അങ്ങനെ നേരെ സുജൂദ്ക്കാണ്ട് പോയി. മറിയം ബീവിനോട് നിസ്കരിച്ചാൻ പറഞ്ഞ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്, ഖുർആനാണല്ലോ എല്ലാത്തിനും തെളിവ്. ഖുർആൻ അള്ളാന്റെ കലാം, ഖുർആൻ അവര് ഖുർആനിയാ. എന്താ പറഞ്ഞ വസ്തുതി വർക്കായി മഹറാക്കി എന്നാണ് അള്ളാഹുത്തര പറഞ്ഞത്. അപ്പൊ സുജൂദ് ചെയ്തിട്ട് പിന്നെ റുക്കോയ് ചെയ്യണ കോലാണല്ലോ. ഇപ്പോ എന്നാ ഖുർആൻ പറഞ്ഞേക്കൊന്ന് നിസ്കരിച്ച് വെക്കുക, ഹദീസ് പിന്നല്ലേ, ഒന്നാം പ്രമാണം ഖുർആനല്ലേ. അങ്ങനെ ഈ ചങ്ങാതി എന്ത് ചെയ്തു? ആദ്യം സുജൂദ്ക്കാണ്ട് പോയി. എന്നാൽ ബത്വലത്തു സ്വലാത്തുഹു, തർത്തീബ് എന്ന് പറയുന്ന 14-ാമത്തെ ഫർള് ഒഴിവാക്കി എന്ന കാരണത്താൽ ആ സുജൂദ് എണ്ണപ്പെടൂല എന്നല്ല, നിസ്കാരം തന്നെ ബാത്തിലായി പോകും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുസ്ലിം ലോകം സ്വഹാബാ കിറാം കണ്ട് മനസ്സിലാക്കിയ രൂപത്തിന് മനഃപൂർവ്വം ഭംഗം വരുത്തി, രൂപത്തിന് ഭംഗം വന്നു, അതുകൊണ്ട് അത് ബാത്തിലാണ്. അപ്പൊ ഫീലിയായ റുക്കിനെ മുന്തിച്ചു കൊണ്ട് മനഃപൂർവ്വം ചെയ്യുമ്പോ ബാത്തിലാവും എന്ന് പറഞ്ഞു. എന്നാ ഒരാള് അമ്മാ തഖ്ദീമുർ റുക്കിനിൽ ഖൗലി, 5 ഖൗലിയായ റുക്കിനുണ്ടല്ലോ, ആ ഖൗലിയായ 5 റുക്കിനുകളിൽപ്പെട്ട ഒരു ഖൗലിയായ റുക്കിനെ മനഃപൂർവ്വം മുന്തിച്ചാലോ ഫലാ യദുറു, മേൽ പറയപ്പെട്ട തകരാർ ഇല്ല, ഒരു കുഴപ്പമില്ല എന്നർത്ഥം വെക്കരുത്. മുമ്പെന്ത് പറഞ്ഞു? ബത്വലത്തു സ്വലാത്തുഹു എന്നതാണ് കുഴപ്പം. ഫീലിയായ ഫർളുകൾക്കിടയിലുള്ള ക്രമത്തിന് ഭംഗം വരുത്തിയാൽ നിസ്കാരം ബാത്തിലാവുക എന്ന് പറയുന്ന അപകടം സംഭവിക്കും. ആ സ്ഥാനത്ത് ഖൗലിയായ റുക്കിനെ തർത്തീബ് പാലിക്കാതെ വന്നാലോ അവിടെ ഫലാ യദുറു എന്ന ഒരു കുഴപ്പമില്ല എന്നുള്ള അർത്ഥമല്ല വെക്കേണ്ടത്. നേരെ പറഞ്ഞ ബാത്തിലാവുക എന്ന് പറയുന്ന കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഖൗലിയായ ഫർദിനെ മുന്തിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഒരാള് വജ്ജത്തൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുന്ന സ്ഥാനത്ത് അത്തയ്യ തോതി കൂട്ടിക്കോളി, അറിയാതല്ല, മനഃപൂർവ്വം തന്നെ അത്തയ്യ തോതി. എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, ഒരു പ്രശ്നമില്ലാതല്ല. പ്രശ്നമൊക്കെ ഉണ്ട്,
കാരണം അവിടെ സഹീന്റെ സുജൂദ് വേണമെന്ന് പറയുന്നുണ്ട്. തന്നെയല്ല അത് എണ്ണപ്പെടൂല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ബാത്തിലാവില്ല. കാരണം എന്താണ്? അവിടെ ബാത്തിലാകാതിരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് കണ്ടുപഠിച്ച നിസ്കാരത്തിന്റെ ബാഹ്യരൂപത്തിന് ഭംഗം വന്നിട്ടില്ല എന്നാണ്. കാരണം ഇവൻ ചൊല്ലുന്നത് കൊണ്ട് രൂപത്തിന് മാറ്റം വരൂലല്ലോ. അതുകൊണ്ട് അവിടെ ബാത്തിലാകാത്ത. എന്നാൽ 5 റുക്നുകളിൽപ്പെട്ട 5ാമത്തെ ഖൗലിയ റുക്നാവുന്ന സലാമാണെങ്കിലോ അത് നിസ്കാരം ബാത്തിലാവും. ഇല്ല സലാമ ഉണ്ടോ? ബാക്കി ഖൗലിയായ ഫർളുകളെ മുന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അഥവാ നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ സലാം അങ്ങനെയല്ല. സലാം മനഃപൂർവ്വം മുന്തിച്ച നിസ്കാരം തന്നെ ബാത്തിലാവും. ഒരാളെ ഇടയിൽ അത്തയ്യാത്തോതി ദുഹ്ർ നിസ്കരിച്ചുകൊണ്ട് 2ാമത്തെ റക്കഅത്തിൽ അത്തയ്യാത്തോതി 2 റക്കഅത്തേ ആയിട്ടുള്ളൂന്നും ഇപ്പൊ ഞാൻ ഈ ഓതുന്നത് സുന്നത്തായ ആദ്യത്തെ അത്തയ്യാത്താണെന്നൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറഞ്ഞു. എന്നാ നിസ്കാരാണ് ബാത്തിലാവും. അപ്പോ ഖൗലിയ ഫർളുകളിൽപ്പെട്ട സലാം ഒഴികെയുള്ള മറ്റ് ഫർളുകൾ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് പിന്നെ തുടക്കത്തിലല്ലാതെ പറ്റൂലല്ലോ. അതിൽ പിന്നെ മുന്തിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രശ്നമില്ല. അപ്പൊ ബാക്കി 3 ഫർളുകളാ അപ്പൊ വിഷയം. ഫാത്തിഹ ഓതുക, അത്തഹിയ്യാത്ത് ഓതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഈ 3 ഫർളാ പിന്നെ ഉള്ളൂ. അത് ഒരാൾ അത്തഹിയ്യാത്തില് ഫാത്തിഹ ഓതി, അതല്ലെങ്കിൽ നൃത്തത്തിൽ ഒരാൾ അത്തഹിയ്യാത്ത് ഓതി, അല്ലെങ്കിൽ റുക്കൂയിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലി, അങ്ങനൊന്നും വന്നാൽ നിസ്കാരം ബാത്തിലാവൂല. അത് നല്ലതല്ല, മനഃപൂർവ്വം ചെയ്താൽ നല്ലതല്ല. തന്നെയല്ല സഹീന്റെ സുജൂദ് വേണം താനും. എന്നാൽ നിസ്കാരം ബാത്തിലാവൂല. സലാം മാറ്റിയാൽ നിസ്കാരം ബാത്തിലാവും. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സലാം മാറ്റിയാൽ ബാത്തിലാവും എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പിന്നെ തുടക്കത്തിൽ തന്നെയല്ലേ ഉള്ളൂ. എന്നാൽ ഇതിപ്പോ ഫർളുകൾക്കിടയിലുള്ള തർത്തീബിനെ പറ്റിയാണ് പറയുന്നത്. നിസ്കാരത്തിന് 14ാമത്തെ ഫർളായിട്ട് നമ്മൾ എണ്ണിയത് മേൽ പറയപ്പെട്ട ഫർളുകൾക്കിടയിൽ ആ പറഞ്ഞതുപോലെയുള്ള തർത്തീബ് പാലിക്കുക എന്ന്. എന്നാൽ വത്തർത്തീബു ബൈന സുനനി, നിസ്കാരത്തിൽ കുറെ സുന്നത്തുകളും ഉണ്ടല്ലോ. ആ സുന്നത്തുകളിൽ തർത്തീബ് പാലിക്കുക എന്നത് അത് ഇതുപോലെ ഉദാഹരണം പറയാ, കസൂറത്തി, സൂറത്ത് ഓതുന്നത് പോലെ, ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ശേഷം. ഇനി അതിന്റെ വേണ്ട, അതിന് മുമ്പും കൂട്ടിക്കൊള്ളിങ്ങൾ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജത്തു ആണ് ഓതേണ്ടത്. ആ സ്ഥാനത്ത് ഒരാൾ എന്തു ചെയ്തു? സൂറത്ത് ഓതി, എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തോതി? വജ്ജത്ത് ഓതി. എന്നാലോ ഇപ്പോ മുന്തിക്കേണ്ടതായ വജ്ജത്തുവിനെ പിന്തിച്ചു, പിന്തിക്കേണ്ടതായ സൂറത്തിനെ മുന്തിച്ചു. രണ്ടായാലും പറയലാവുറു തന്നെയാണ്. നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. കാരണം സുന്നത്തുകളുടെ ഇടയിലാണല്ലോ തർത്തീബ് വ്യത്യാസപ്പെടുത്തിയത്. പക്ഷേ ആ വജ്ജത്തു ഓതിയ സുന്നത്ത് കിട്ടൂല, ആ സൂറത്ത് ഓതിയ സുന്നത്തും കിട്ടൂല. കാരണം അത് തർത്തീബ് പാലിച്ചില്ല. തർത്തീബ് പാലിച്ചെങ്കിലേ അത് സുന്നത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ സുന്നത്തിന്റെ കൂലി കിട്ടുകയുള്ളൂ. പക്ഷെ നിസ്കാരം ബാത്തിലാവില്ല. അഞ്ഞു പറയും. അതുപോലെ തന്നെ വദ്ദുആഇ ബഅദ തശഹുദി വസ്സലാത്തി, അത്തഹിയാത്തും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അനന്തരം അവിടുത്തെ ആലിന്റെ മേലുള്ള സ്വലാത്ത്, പിന്നീട് ദുആ, ഈ ക്രമം പാലിച്ചിട്ട് ഒരാൾ ആദ്യം അത്തഹിയാത്തിൽ ഇരുന്ന് അടാണ്ട് ദുആയിരുന്നു. ദുആറിനതിന് ശേഷം പിന്നെ സ്വലാത്താണ് ചൊല്ലി, പിന്നെയാണ് അത്തഹിയാത്ത് ഓതി. എന്നാല് ആ ദുആവും എണ്ണപ്പെടൂല, ആ സ്വലാത്തും എണ്ണപ്പെടൂല. ആദ്യം അത്തഹിയാത്ത് ഓതണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം, അതിനുശേഷം ആലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം, അതിന്റെ ശേഷമാണ് ദുആ ചെയ്യേണ്ടത്. ഇതാണ് തർത്തീബ് സുന്നത്തിന്റെ ഇടയിൽ. ഇങ്ങനെ സുന്നത്തുകൾക്കിടയിൽ തർത്തീബ് പാലിക്കല് ഷർത്തുൽ ലിൽഇതിദാദി ബിസുന്നിയതിഹാ, അത് സുന്നത്തായി പരിഗണിക്കപ്പെടാൻ ഷർത്താൻ.
ഇല്ലെങ്കിൽ അതൊരു വെറും പണിയാവും. ആ പണി കൊണ്ടൊരു കാര്യമില്ല. സൂറത്തോതിയ കൂലിയും കിട്ടൂല, വജ്ജ് തോതിയ കൂലിയും കിട്ടൂല, എന്നപോലെ സ്വലാത്തിലെ കൂലിയും കിട്ടൂല. ഇനി തങ്ങളുടെ വെള്ള സ്വലാത്തല്ല, അത് പറഞ്ഞല്ലേ, ആരിന്റെ വെള്ള സ്വലാത്തിലെ കൂലിയും കിട്ടൂല, ദുആറിന്റെ കൂലിയും കിട്ടൂല. കാരണം എന്താ? തർത്തീബ് പാലിച്ചെങ്കിലേ സുന്നത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അതും ഷർത്ത് തന്നെയാണ്. പക്ഷെ നിസ്കാരം സഹിയാവുന്നതിന് ഷർത്തല്ല, മറിച്ച് സുന്നത്തായി പരിഗണിക്കപ്പെടാൻ ഷർത്താണ്. അഥവാ തർത്തീബ് പാലിക്കാതെ ഈ സുന്നത്തുകൾ ചെയ്താൽ, ഉദാഹരണം ഒരാൾ തക്ബീർ കെട്ടിയാൽ വേഗം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ വജ്ജത്ത് ഓതിയാല് സുന്നത്ത് കിട്ടൂലാന്ന്. ആ വജ്ജത്ത് ഓതുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് കിട്ടൂലാന്ന്. വെറുതെ ഒരു പണിയെടുത്തുന്നല്ലാതെ അതുകൊണ്ട് ഫായിദ ഉണ്ടാവില്ല. ആട്ടെ, ഇനി തർത്തീബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയും മനഃപൂർവ്വം ചെയ്യുമ്പോൾ ആ പ്രശ്നം വരുന്നത്. തർത്തീബ് വിട്ടത്, തർത്തീബിന് ഭംഗം വരുത്തിയത് അന്തൻ ചെയ്തെങ്കിലാണ് നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞു. ഇനി അന്തരല്ലാതെ പലപ്പോഴും സംഭവിക്കാൻ മറന്നുകൊണ്ടാണല്ലോ. അങ്ങനെ മറന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ നിസ്കാരത്തിൽ തർത്തീബ് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? വലോ സഹവ് സംഭവിച്ചു അഥവാ മറവി സംഭവിച്ചു. ആര് സഹവ് സംഭവിച്ചു? വൈറു മഅ്മൂമിൻ, മഅ്മൂമ് അല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ആരേക്കാരം? ഇമാമ് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ. അപ്പൊ ഇമാമ് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, ഈ മഅ്മൂമിന്റെ സ്വന്തം വേറെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അയാളെ ഒഴിവാക്കി പറഞ്ഞ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ സഹവ് സംഭവിച്ചു. എന്തിന്? തർത്തീബ് പാലിക്കുന്ന വിഷയത്തിൽ സഹവ് പറ്റിപ്പോയി. എന്തുകൊണ്ട് വെച്ചു? ബിതർക്കി റുക്നിൻ, ഒരു ഫർദിനെ, ഫിരിയായ ഒരു ഫർദിനെ ഉപേക്ഷിച്ചു. മനഃപൂർവ്വമല്ല, മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലാവുന്ന നേരത്തെ പറഞ്ഞല്ലോ, മറന്നുകൊണ്ടാ. ഉദാഹരണം പറഞ്ഞാൽ കഅൻ സജദ, ഒരാള് സുജൂദക്ക് പോകുമ്പോലെ ഖബല റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പായി അബദ്ധവശാൽ ഓർമ്മയില്ലാതെ സുജൂദ് പോയി. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സുന്നത്തായ സൂറത്ത് ഓതി റുക്കൂയിൽ പോകേണ്ടതിന് പകരം നേരെ സുജൂദ്ക്കാണ് പോയത്. പക്ഷെ അത് മനഃപൂർവ്വമല്ല. അതല്ലെങ്കിൽ ഒരാള് ഔറക്ക റുക്കൂക്ക് പോയി ഖബലൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ മുമ്പ് എന്ന് പറഞ്ഞാ തക്ബീർ കെട്ടിയാണ് ഇയാള് അബദ്ധവശാൽ സൂറത്ത് ഓതി, ഫാത്തിഹ ഓതാൻ മറന്നുപോയി. സൂറത്ത് ഓതി കഴിഞ്ഞ് നേരെ റുക്കൂക്കാട് പോയി, ഫാത്തിഹ ഓതിയിട്ടില്ല. എന്നാൽ നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, കാരണം മനഃപൂർവ്വമല്ലല്ലോ. റുഫിയാൻ ഉമ്മത്തി അൽ ഖത്ഉ വൻ നിസ്യാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറന്നുകൊണ്ടോ അബദ്ധവശാലോ വല്ല കാര്യങ്ങളും സംഭവിച്ചാൽ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുക എന്ന അവസ്ഥ എന്റെ ഉമ്മത്തിനെ തൊട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് മറവിയാണ്, അതുകൊണ്ട് ബാത്തിലാവെന്ന് പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ അവിടെ എന്താ സംഭവിക്കല്? ലഗാ മാ ഫഅലഹു, അവൻ ഇപ്പോൾ ആ ചെയ്ത പ്രവൃത്തി എന്തായി പോവും? എണ്ണപ്പെടാതെ പോവും. ലോവ് എന്ന് പറഞ്ഞാൽ വയറു മൊത്തദ്ബിഹിയായിട്ട് എണ്ണപ്പെടാത്തതായി, പരിഗണിക്കപ്പെടാത്തതായി പോവും. അപ്പൊ ആ സുജൂദായിട്ട് എണ്ണൂല എന്നർത്ഥം. ഈ ഉദാഹരണത്തിൽ ഏതുവരെ ചെയ്യുന്നത്? ഇപ്പൊ ഈ സുജൂദ് മാത്രമല്ല, ഇവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതുവരെ ലോവായി പോവും? ഹത്താ എത്തിയ, അവൻ കൊണ്ടുവരുന്നത് വരെയുള്ള പ്രവൃത്തികൾ. എന്തിനെ? ബിൽ മത്രൂക്കി, ഈ മറന്നുകൊണ്ട് ഏതൊരു കാര്യത്തെയാണോ ഉപേക്ഷിക്കപ്പെട്ടത് അതിനെ കൊണ്ടുവരുന്നത് വരെ ഇവൻ ഓർമ്മയില്ലാതെ ചെയ്തതൊക്കെ വെറുതെ എണ്ണപ്പെടാതെ പോകും. അപ്പൊ ഈ സുജൂദ് എണ്ണൂല. സുജൂദ് കഴിഞ്ഞ് ഇടയിലിരുത്തിരുന്ന് അതും എണ്ണപ്പെടൂല. രണ്ടാമത്തെ സുജൂദ് ചെയ്ത് അതും എണ്ണപ്പെടൂല. ഏതുവരെ? അപ്പൊ അങ്ങനെ മറന്നു പോകാണോ? പക്ഷേ പിന്നെ ഫൈൻ തദക്കറ, ഈ മറന്നു പോകുന്ന വ്യക്തി ഓർമ്മ വന്നു, ഇതിങ്ങനെ സംഗതി ഒഴിഞ്ഞിടല്ലോ എന്ന് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ റുക്കു ഒഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്.
ഓർമ്മ വന്നു. അതിപ്പോ ഒരു ഉദാഹരണമാണ്. വേറുള്ള ഫാത്തിഹ ഒഴിവാക്കി പോയടുത്ത ഫാത്തിഹ ഒഴിവായി എന്നുള്ള ഓർമ്മ വന്നു. എപ്പോഴാണ് ഓർമ്മ വന്നത്? ഖബല ബുലൂഗി മിസ്ലിഹി, അതുപോലുള്ള ഒന്ന് അടുത്ത റക്അത്തിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഫാത്തിഹ ഓതാൻ മറന്ന് സൂറത്തും വജ്ജത്തും ഓതിക്കാണ്ട് റുക്കൂയിൽ പോയ ആളാ. റുക്കൂൽ കഴിഞ്ഞ് ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ് ഇടയിലെഴുത്തും കഴിഞ്ഞ് രണ്ടാം സുജൂദും കഴിഞ്ഞ് അപ്പോഴൊന്നും അവന് ഓർമ്മയില്ല. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റതിന്റെ ശേഷം ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോഴാ ഓർമ്മ, അല്ലാഹ് പടച്ചോനെ കഴിഞ്ഞ റക്അത്തിൽ ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. എന്നാ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഇടക്കുള്ളതൊക്കെ പോയി. ഇപ്പോ ഫസ്റ്റ് റക്അത്തിലെ ഫാത്തിഹ ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. ഈ ഇടക്കുള്ളതൊക്കെ പരിഗണിക്കപ്പെടാതെ പോകും. പക്ഷേ എന്ത് വേണം? അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യണം. അഞ്ചു പേർ പറയും, കാരണം മനഃപൂർവ്വം ചെയ്ത പാത്തിലാകുന്ന കാര്യമാണല്ലോ ഇപ്പൊ ഇത് മറന്നു ചെയ്ത്. അപ്പൊ ലാസ്റ്റ് സുജൂദ് ചെയ്യണം. പക്ഷെ ഈ ചെയ്തുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല, ഈ ഇടക്കുള്ളതൊക്കെ പോവും. ഇനി എന്തൊക്കെ ഖബല ബുലൂഗി മിസ്ലിഹി, ഈ മറന്നുപോയി ഉപേക്ഷിക്കപ്പെട്ടതിന്റെ തുല്യമായത് അടുത്ത റക്അത്തിൽ എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നു. ഉദാഹരണം സുജൂദ് തന്നെ അവന് ഓർമ്മ വന്നു, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ റുക്കൂ ചെയ്തിട്ടില്ലല്ലോ. ഓർമ്മ വന്നാൽ അതാബിഹി, ആ മറന്നതിനെ അവൻ കൊണ്ടുവരിക, വേഗം നീച്ച. ഫാത്തിഹ മറന്നുകാണ്ട് റുക്കോയ്ക്ക് പോയോന്ന് ഓർമ്മ വന്നു റുക്കോയിന്ന്, എന്ത് ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോന്ന്. എന്നാ വേഗം നൃത്തത്തിലേക്ക് തന്നെ പോവുക, ഫാത്തിഹ ഓതുക, രണ്ടാമത്തെ റുക്കോയ് ചെയ്യുക. നേരത്തെ റുക്കോയ് എണ്ണപ്പെടൂല. ഇനി റുക്കോയ് ചെയ്യാതെ സുജൂദിലെത്തിയവൻ സുജൂദ് ഓർമ്മ വന്നു, ഞാൻ റുക്കോയ് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നേരെ എഴുന്നേറ്റ് നിൽക്കുക, നിന്നിട്ട് രണ്ടാമത് റുക്കോയ് ചെയ്യുക. അല്ലാതെ സുജൂദ് ഇങ്ങനെ പൊന്തിപ്പോയിട്ട് റുക്കോയിന്റെ സ്ഥാനത്ത് നിന്നാ പോരാ. കാരണം എന്താ? സുജൂദിലേക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞത് അവൻ റുക്കോയിലേക്കുള്ള കുനിച്ചിലായി എണ്ണപ്പെടൂല. കാരണം മറ്റൊരു ആവശ്യത്തിന് ഉദ്ദേശിച്ചത് കൊണ്ട് റുക്കോയിലേക്കുള്ള കുനിച്ചിലായി അത് പരിഗണിക്കപ്പെടൂല. അതുകൊണ്ട് നൃത്തത്തിലേക്ക് തന്നെ പോകണം. നൃത്തത്തിൽ നിന്നിട്ട് രണ്ടാമത് റുക്കോയിലേക്ക് വരണം. അതാ ഫൈൻതദക്കറ ഖബല ബുലൂഗി മിസ്ലിഹി, ഈ മറന്നതിന് തുല്യമായത് അടുത്ത റക്അത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഓർമ്മ വന്ന അതാബിഹി, ആ ഓർമ്മ വന്ന ഉടനെ ആ മറന്നതിനെ രണ്ടാമത് കൊണ്ടുവരണം. ഇല്ല അടുത്ത റക്അത്തിൽ അതുപോലത്തെ ഒന്ന് എത്തുന്നത് വരെ ഓർമ്മ വന്നില്ലെങ്കിലോ ഫസയത്തി ബയാനുഹു, അതിന്റെ വിശദീകരണം തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഏതായാലും ആട്ടെ അവിടെ കിതാബിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. ഇതിപ്പോ ഓർമ്മ വന്നോടത്ത ഉറപ്പായിട്ട് ഞാൻ ഓതിയിട്ടില്ല എന്ന് ഓർമ്മ, അല്ലെങ്കിൽ ഞാൻ റുക്കൂ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് അവിടെ. ഇനി ഔശക്ക, എവിടെ? വലോസഹ വൈറു മൗമൂമിൻ ബിതർക്കി റുക്നിൻ, ഒരു ഫർദ് ഒഴിവാക്കി മറന്നുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ഉറപ്പാണ് അവിടെ. ഇനി അങ്ങനെയല്ല, ഔശക്കഹുവ മൗമൂമല്ലാത്ത ഇമാമോറ്റക്ക് നിസ്കരിക്കുന്നവനോ സംശയം, ഐ വൈറുൽ മൗമൂമി, അതെ മൗമൂമല്ലാത്ത എന്നുവാ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ സംശയമാണ്. എന്തിൽ? ഫീ റുക്നിൻ, ഒരു ഫർദിനെ സംബന്ധിച്ച് സംശയം. എന്തായിരുന്നു സംശയം? ഹൽ ഫഅല അം ലാ, ഞാനത് ചെയ്തോ ചെയ്തില്ലേ. നേരത്തെ പറഞ്ഞ ഫാത്തിഹ മറന്നു എന്ന് ഉറപ്പ്, അല്ലെങ്കിൽ റുക്കൂ ചെയ്തു ഇട്ടില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അത് പിന്നീട് ആ ഓർമ്മ വന്നത് മാത്രം. ഇപ്പൊ പറയണ അങ്ങനെയല്ല, റുക്കൂയിൽ എത്തി നോക്കുമ്പോ ഒരു സംശയം, അല്ല ഞാൻ ഫാത്തിഹ ഓതിയില്ലേ, ഓതിയെന്നും ഉറപ്പില്ല, ഓതിയിട്ടില്ല എന്നും ഉറപ്പില്ല. അല്ലെങ്കിൽ സുജൂദിലെത്തിയപ്പോ ഒരു സംശയം, ഞാൻ ഇപ്പൊ റുക്കൂ ചെയ്തോ ചെയ്തിട്ടില്ലേ, സംശയമാണ്. ഇങ്ങനെ സംശയമാണെങ്കിലോ ഇതുപോലെ അൻശക്ക, ഒരാള് സംശയിക്കുന്നത് പോലെ, റാക്കിയാൻ ആ വ്യക്തി റുക്കൂ ചെയ്യുന്നവനായ അവസ്ഥയിൽ റുക്കൂലെത്തിന് റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് സംശയം. എന്താ സംശയം? ഹൽ ഖറ അൽ ഫാത്തിഹത, ഞാൻ ഇപ്പൊ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലേ. ഉറപ്പൊന്നുമില്ല. ആദ്യം പറഞ്ഞത് ഉറപ്പാ ഓതിയിട്ടില്ല, പക്ഷെ മറന്നുകാണ്ട് റുക്കൂ പോയതാ. ഇവിടെ അങ്ങനെയല്ല, പോയത് റുക്കൂക്കൊക്കെ ശരിക്കും തന്നെ പോയത്, മറന്നിട്ടൊന്നുമില്ല. പക്ഷെ റുക്കൂയിൽ എത്തിയതിനു ശേഷം പിന്നെ സംശയം, അല്ല അപ്പൊ ഞാൻ ഫാത്തിഹ ഓതിനോ ഇല്ലേ. അല്ലെങ്കിൽ ഔ സാജിദൻ, ഇവൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവന് സംശയം വന്നു, ഹൽ റക്അ, ഞാൻ ഇപ്പൊ റുക്കൂ പോയിണോ ഇല്ലേ, ഉറപ്പില്ല, സംശയ.
അതല്ലെങ്കിൽ അവ എത്തതല അല്ല. ഇപ്പൊ ഞാൻ റുക്കൂയി കഴിഞ്ഞിട്ട് ഏത്തിദാര് പോകാതെ തന്നെ ഇങ്ങോട്ട് സുജൂദക്ക് പോകുന്നതാണോ അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു സംശയം വന്നാലും അതാബിഹി, ആ സംശയിക്കപ്പെട്ട കാര്യത്തെ അവൻ കൊണ്ടുവരണം. ഫൗറൻ, ഉടനെ കൊണ്ടുവരണം. പിന്നെ അവിടെ നിന്ന് ആലോചിക്കാൻ നിന്നാ നിൽക്കാറും തന്നെ വാപ്പലാവും. നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയവുമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംശയം വന്നാൽ നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് വയലും അല്ലപ്പോ ഞാൻ ഓതിയില്ലേ, ഓതിയിട്ടുണ്ടാവും ഇക്കാരം. പിന്നെ ഇങ്ങനെ സംശയം അല്ലല്ല, ഓതിയപ്പോ ഇല്ലേ, ഏതായാലും ആയിക്കോട്ടെ വരുന്നോർത്ത് പറ്റ ഓതിയിട്ടില്ല നമുക്ക്. അപ്പോത്തിന് നിസ്കാരം മുറിഞ്ഞിട്ട് എവിടോ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ സംശയം വന്നാൽ പിന്നെ കുറെ നേരം ആലോചിക്കാൻ നിൽക്കാൻ പാടില്ല. അതാബിഹി ഫൗറൻ, ഉടനെ അതിനെ കൊണ്ടുവരണം എന്നല്ല, വുജൂബൻ, നിർബന്ധമായിട്ടും ഉടനെ അതിനെ കൊണ്ടുവന്നോളണം. അപ്പൊ വേഗം നൃത്തത്തിലേക്ക് പോയിട്ട് ഫാത്തിഹ ഓതിക്കൊള്ളണം. സുജൂദ് എന്ന റുക്കൂനെ മറന്നതായിട്ടെങ്കിൽ വേഗം പോയിട്ട് നൃത്തത്തിക്ക് പോയിട്ട് റുക്കൂവിന് വന്ന് എന്നിട്ട് പിന്നെ ഇത്തിദാൽ ചെയ്ത് പിന്നെ പോവാൻ നിൽക്കണം. അവിടെ ആലോചിച്ചാൽ നിന്നാ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അവിടെ ആലോചിക്കാൻ നിന്നാല് നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതുകൊണ്ടാണ് ഫൗറൻ വുജൂബൻ എന്ന് പറഞ്ഞ് കേട്ടോ. വലാഹാദാലൗകാന ശാഖു ഇമാമൻ ഫഅദ ബഅദ റുക്കൂഇൽ മൗമൂമീന മഅഹു ഔ സുജൂദിഹിം ഫഹൽ യന്തദുറൂന ഫി റുക്നി അല്ലദീ അഹദ മിൻഹു അൽ ഇമാമു وإن كان قصيرا كالجلوس بين السجدتين أو يعودون معه حملا على أنه لم يقرأ الفاتحة أو تتعين نية المفارقة فيه نظر. കണ്ടോ, അതൊക്കെ ഈ ആശയക്കാരിങ്ങനെ ഓരോന്ന് പറയാ, അയക്കൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടപ്പോ ശരിയല്ലേ. ഏതായാലും ഞാനിപ്പോ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ നൃത്തത്തിലേക്ക് പോയിട്ട് ഫാത്തിഹ ഓതുക തന്നെ. അല്ല റുക്കൂയിൽ പോകുന്നതിന് മുമ്പ് നൃത്തത്തിൽ തന്നെ സംശയിച്ചെങ്കിൽ സംശയത്തോടു കൂടി നിൽക്കേണ്ട, വേഗം ഫാത്തിഹ രണ്ടാമതൊന്നാണ്ട് മടക്കി ഓതുക. നെയ്യേറിയിട്ട് അപ്പം കിടയിലൂലല്ലോ. ഒരിക്കൽ ഓതിയണെങ്കിലും ആ സംശയത്തോടു കൂടി പോണ്ട, ഒന്ന് ഉറപ്പായിക്കോട്ടെ, ഒന്നുകൂടി അവിടെ ഓതിയാൽ മതി. റുക്കൂയിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ തിരിച്ച് ഖിയാമിലേക്ക് തന്നെ വന്ന് ഫാത്തിഹ ഓതിയിട്ട് വീണ്ടും റുക്കൂയിൽ പോകണം. അല്ലാതിരുന്നാൽ സംശയത്തോടു കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ട് നീണ്ടിരുന്നാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഇനി അങ്ങനെയല്ല. വൈങ്കാന ശക്കു, ഈ സംശയം നേരിട്ടത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഓർമ്മ വന്നത് ഖബല ഫീലി മിസ്ലിഹി ഇൻകാന ശക്കു അതാബിഹി ഫൗറൻ പറഞ്ഞില്ലേ. ഇൻകാന ശക്കു ഖബല ഫീലി മിസ്ലഹു ഐ മിസ്ലൽ മഷ്കൂക്കി ഫീഹി മിൻ റക്അത്തിൻ ഉഖ്റ, അടുത്ത റക്അത്തിൽ നിന്നും ഈ സംശയമുള്ളതുപോലത്തെ പ്രവൃത്തി ചെയ്യുന്നതിന്റെ മുമ്പ് സംശയം വന്നാൽ ഉടനെ അത് തിരിച്ചുപോയി ചെയ്ത് തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അടുത്ത റക്അത്തിൽ ഇത് എത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ എന്ന് പറഞ്ഞാല് ഫാത്തിഹ ഓതിയോന്ന് സംശയം വന്നത് രണ്ടാം റക്അത്തിലെ ഖിയാമിൽ എത്തിയിട്ട് ഓൻ ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോഴാ. അല്ല കഴിഞ്ഞ റക്അത്തിൽ ഇപ്പൊ ഞാൻ ഫാത്തിഹ ഓതിനോ ഇല്ലേ, എന്നാ പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഇടക്ക് ചെയ്തതൊക്കെ നഷ്ടപ്പെട്ടു, എണ്ണപ്പെടാതെ പോയി. ഇപ്പാണ് ഫാത്തിഹ ഓതുന്നത്, അവൻ എണ്ണപ്പെടും. ഫാത്തിഹ ഓതിയിട്ട് റുക്കൂ ചെയ്താണ് പോവുക, അവസാനം ഒരു റക്അത്തോടെ നിസ്കരിക്കുക. അതാണ് ഇപ്പൊ ഇതിന്റെ പണി. ഇല്ല ഐ വൈല്ലം യതദക്കർ, ഇവൻ ഓർമ്മ വന്നില്ല ഹത്താ ഫഅല മിസ്ലഹു ഫി റക്അത്തിൻ ഉഖ്റ, അടുത്ത റക്അത്തിൽ തത്തുല്യമായതൊന്ന് ചെയ്യുന്നത് വരെ ഈ സംശയം ഒഴിവാക്കി എന്നുള്ള ഉറപ്പോ അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന സംശയമോ വന്നില്ല, പുറത്തെത്തിയ ശേഷം ഓർമ്മ. എന്നാൽ അജ്സഅഹു, ഇപ്പോൾ ഈ നേരത്തെ ഉപേക്ഷിക്കപ്പെട്ടതിന് തത്തുല്യമായത് അടുത്ത റക്അത്തിൽ നിന്ന് ചെയ്യുന്നത് മതിയാവും. അം മത്റൂക്കിഹി, കഴിഞ്ഞ റക്അത്തിൽ ഉപേക്ഷിച്ചതിന് പകരം ഇത് മതിയാവും. വലഗാം അബൈനുമ, ഇടക്കുള്ളതൊക്കെ എണ്ണപ്പെടാതെ പോവുകയും ചെയ്യും. അപ്പൊ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ കുറെ ആവർത്തനം വന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്.
ഖൗലിയായ ഫർളോ അല്ലെങ്കിൽ ഫീലിയായ ഫർളോ മറന്നുപോയി ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ ഉപേക്ഷിച്ചോ ഇല്ലേ എന്ന് സംശയം വന്നു. ഇങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ഓർമ്മ വരുന്നതും അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ എന്ന് സംശയം വന്നതും അടുത്ത റക്അത്തിൽ ഈ സംശയം നേരിട്ട അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് ഉറപ്പായ ഇതുപോലെയുള്ള ഒരു ഫർള് ഫിലിയോ ഖൗലിയോ ആയ ഫർള് അടുത്ത റക്അത്തിൽ നിന്ന് ചെയ്യുന്നതിന് മുമ്പാണ് സംശയം നേരിട്ട അല്ലെങ്കിൽ ഓർമ്മ വന്നത് എങ്കിൽ ആ സംശയിച്ച അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് ഓർമ്മ വന്ന ആ കാര്യം ചെയ്യുകയും തുടർന്ന് ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. അടുത്ത റക്അത്തിന് തത്തുല്യമായത് എത്തിയതിന്റെ ശേഷമാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ സംശയം നേരിട്ടതെങ്കിൽ അവിടെ മുതൽ തുടർന്ന് ചെയ്താൽ മതി. ഇടക്ക് ഈ സംശയത്തോടുകൂടി ചെയ്തതൊന്നും എണ്ണപ്പെടൂല, നിസ്കാരം ബാത്തിലാവൂല. കാരണം എന്താ? തെർത്തീബ് പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. പക്ഷേ തെർത്തീബ് പോയിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വമല്ല എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ തെർത്തീബ് നഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്തതിനെ എണ്ണപ്പെടൂല. എണ്ണപ്പെടൂല എന്ന് വരുമ്പോ അടുത്ത റക്അത്തിൽ തത്തുല്യമായത് എത്തുന്നതിന് മുമ്പാണെങ്കിൽ തിരിച്ചു വന്നുകൊണ്ട് ബാക്കി ചെയ്ത് പൂർത്തിയാക്കി പോകണം. അല്ല അടുത്ത റക്അത്തിൽ തത്തുല്യമായത് എത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുകയും ഈ ഇടക്ക് ചെയ്ത് നഷ്ടപ്പെട്ടതിനാൽ ഒരു റക്അത്തിൽ ആശ്രംസ്കരിക്കുകയും ചെയ്യണം എന്ന്. പക്ഷെ ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഹാദാ കുല്ലുഹു, ഈ പറഞ്ഞ വിശദീകരണങ്ങൾ, അതായത് സംശയിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ടത് അടുത്ത റക്അത്തിൽ എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചുപോയി അത് ചെയ്ത് ബാക്കി പൂർത്തിയാക്കണമെന്നും, ഇല്ലെങ്കിൽ ഈ ചെയ്തതുകൊണ്ട് തുടർന്ന് ചെയ്ത് അവസാനം റക്അത്ത് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞത് ഇൻ അലിമ, ഇയാൾക്ക് ബോധ്യം ഉറപ്പുണ്ടെങ്കിലാണ്. ഐനൽ മത്രൂക്കി, ഉപേക്ഷിക്കപ്പെട്ട വസ്തു ഇന്നതാണ്. ഉദാഹരണം, സുജൂദാണ് ഒഴിവായത്, അതല്ലെങ്കിൽ റുക്വആണ് നഷ്ടപ്പെട്ടത്, അതല്ലെങ്കിൽ ഇഅ്തിദാലാണ് നഷ്ടപ്പെട്ടത്, അതല്ലെങ്കിൽ ഫാത്തിഹയാണ് ഉപേക്ഷിച്ചത് എന്ന് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ സംശയം വന്നത് റുക്വഇനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇഅ്തിദാലിനെ പറ്റിയാണ്, അതല്ലെങ്കിൽ ഫാത്തിഹയെ പറ്റിയാണ് എന്ന്. അപ്പോ ഉപേക്ഷിക്കപ്പെട്ട സംഗതി ഏതാണ് എന്നറിയാം, അല്ലെങ്കിൽ സംശയമുള്ള സംഗതി ഏതാണെന്ന് ഉറപ്പായിട്ട് അറിയാം. വമഹല്ലഹു, അതിന്റെ സ്ഥാനവും അറിയാം. ഏത് റക്അത്തിലെ ഫാത്തിഹ നഷ്ടപ്പെട്ടത്, ഏത് റക്അത്തിലെ റുക്വ നഷ്ടപ്പെട്ടത്, അതും അറിയാം. അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല. അടുത്ത റക്അത്തിൽ അതിന് തുല്യമായെത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചു പോയിട്ട് ചെയ്ത് ബാക്കി പൂർത്തിയാക്കണം. അടുത്ത റക്അത്തിൽ തത്തുല്യമായത് എത്തിയതിന് ശേഷം ഓർമ്മ വന്നെങ്കിൽ അവിടെ നിങ്ങളുടെ എണ്ണീന്റെ ലാസ്റ്റ് റക്അത്തിൽ തീർക്കണം. ഈ ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വസ്തു ഏതാണ്? ഒരു ഫർള് ഒഴിവായത് എന്ന് അവന് ഉറപ്പ്, പക്ഷെ ഏത് ഫർള ഒഴിവായത് എന്ന് പിടിയാടില്ല. അതെങ്ങനെ വരികയെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. അങ്ങനെ സംഭവിച്ചു പോയാൽ, സംശയം എന്ന് പറഞ്ഞ ഒരു രോഗമാണല്ലോ, ആ രോഗം ബാധിച്ച ഒരാൾക്ക് എവിടെയും ബാധിക്കാമത്. എന്തോ ഒരു ഫർള് ഒഴിവാണെന്ന് ഉറപ്പ്, അല്ലെങ്കിൽ ഒരു ഫർള് ഒഴിവാണെന്ന് സംശയം, പക്ഷെ ഏത് ഫർളാണ് ഒഴിവായത് എന്ന് ഉറപ്പില്ല. അവിടെ പ്രശ്നം. റുക്കു ആണോ ഒഴിവായത്, അതല്ല സുജൂദാണോ ഒഴിവായത്, അതല്ല ഫാത്തിഹയാണോ ഒഴിവായത്, ഇഅ്തിദാലാണോ നഷ്ടപ്പെട്ടത്, അതൊന്നും അവന് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഒന്നാം റക്അത്തിൽ നിന്നാണോ ഫാത്തിഹ നഷ്ടപ്പെട്ടത്, അതല്ല രണ്ടാം റക്അത്തിൽ നിന്നാണോ, അല്ല രണ്ടാം റക്അത്തിലെ റുക്കു ആണോ നഷ്ടപ്പെട്ടത്, അല്ല മൂന്നാം റക്അത്തിലാണോ, അതറിയില്ല. സ്ഥലവും അറിയില്ല, സാധനവും അറിയില്ല. പക്ഷെ എന്തറിയാ? അവിടെ പ്രശ്നം. ഒരു ഫർളിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് അവൻ ഉറപ്പ്, അല്ലെങ്കിൽ ശക്ക്. ഇങ്ങനെ വന്നാൽ അതോടുകൂടി വജവസ, സാധ്യതയുണ്ടാവുകയും ചെയ്തു. അന്നഹു നിയ്യത്ത, ഏത് ഈ ഉപേക്ഷിക്കപ്പെട്ട സംഗതി നിയ്യത്താണ്, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ആവാം, നിയ്യത്താവാം, തക്ബീറത്തുൽ ഇഹ്റാമും ആവാം. ഏതോ ഒരു ഫർള് ഒഴിവായിട്ടുണ്ട് എന്നറിയാം, പക്ഷെ ഏതാന്ന് ഉറപ്പില്ല. നിയ്യത്തും ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമും ആവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പിന്നെ രണ്ടിട്ട് ആലോചിക്കണ്ട, ബത്വലത്തു സ്വലാത്തുഹു, നിസ്കാരം തന്നെ ബാത്തിലാണ്. അവിടെ പിന്നെ ഒരു സെക്കൻഡും വേണ്ട. ഏതോ ഒരു ഫർള് ഒഴിവായിട്ടുണ്ട് എന്ന് ഓന് ഉറപ്പാണ്, പക്ഷേ അത് ഏതാണെന്നറിയില്ല. നിയ്യത്തും ആവാം, തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ ഏതും ആവാം എന്ന് വന്നാൽ നിസ്കാരം തന്നെ രണ്ടാമത് തലക്കെന്ന് ചെയ്തോളുക. ഇവിടെ വലം യുഷ്തർത്തുഹുന, ഒരു ഫർള് ഉപേക്ഷിക്കപ്പെട്ടു എന്നും
അത് ഏതാണ് എന്നറിയാതെ നിയ്യത്തുൾപ്പെടെ ആവാം എന്ന സാധ്യതയുള്ള ഇവിടെ ഷർത്താക്കപ്പെടൂല നിസ്കാരം ബാത്തിലാവുന്നതിന്. തൂലു ഫസ്ലിൻ ദൈർഘ്യം നീളലോ അല്ല ഇടവേള ദീർഘിക്കലോ വലാ മുദിയ്യു റുക്നിൻ ഒരു ഫർള് കഴിഞ്ഞു കിടക്കലോ നിസ്കാരം ബാത്തിലാകാൻ ഷർത്തില്ല. അതായത് വേറെ പറയും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിയ്യത്തിൽ സംശയം തോന്നി, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ സംശയം തോന്നി. ആ സംശയം കുറെ സമയം നീണ്ടു നിന്നാൽ, കുറെ സമയം എന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാൻ ആവശ്യമായ സമയമാണ് എന്ന് ആശയക്കാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ എന്ന് പറയുമ്പോ 3/4 മണിക്കൂർ എന്നുള്ള അർത്ഥത്തിനല്ല. സംശയം വന്നതിന് ശേഷം ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാൻ ആവശ്യമാവുന്ന അത്രയും സമയം വരെ ഓർമ്മ വന്നില്ല, നമസ്കാരം ബാത്തിലോ. അതല്ലെങ്കിൽ ആ സംശയത്തോടു കൂടി ഒരു ഫർള് കഴിഞ്ഞു കിടന്നു. ഉദാഹരണം, ഖിയാമിലായിരുന്നു ഈ സംശയം നേരിട്ട്, വേഗം റുക്കോയിൽ പോയി. എന്നാൽ അപ്പൊ ഒരു ഫർള് കഴിഞ്ഞ് കിടക്കുക സംശയത്തോടു കൂടി, അതല്ലെങ്കിൽ സമയം ദീർഘിക്കുക സംശയത്തോടു കൂടി, എന്നാ നമസ്കാരം ബാത്തിലാവും നിയ്യത്തോ തക്ബീറത്തുൽ ഇഹ്റാമാണെങ്കിൽ. പക്ഷെ ഇവിടെ അത് വേണ്ട. ഇവിടെ സമയം ദീർഘിക്കുക അല്ലെങ്കിൽ ഒരു ഫർള് കഴിഞ്ഞ് കിടക്കുക എന്ന് പറയുന്ന നിബന്ധനയൊന്നുമില്ല. അതിന്റെ കാരണം എന്താ? ഇവിടെ ഏതോ ഒരു ഫർള് ഒഴിവാക്കിയെന്ന് ഉറപ്പുണ്ട് വരെ. ആ ഉറപ്പുള്ളത് നിയ്യത്തും ആവാൻ സാധ്യത ഉണ്ടെന്ന് വരുമ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ സംശയം വന്ന സെക്കൻഡിൽ തന്നെ നമസ്കാരം ബാത്തിലായി പോവും. അവിടെ പിന്നെ സമയം നീളേണ്ടതോ ഫർള് കഴിഞ്ഞ് കിടക്കേണ്ടതോ ആവശ്യമില്ല. കാരണം എന്താ? ഏതോ ഒന്ന് ഒഴിവാക്കി എന്നുള്ള ഉറപ്പുള്ളതോടുകൂടിയാണ് നിയ്യത്താകാൻ സാധ്യത ഉണ്ടെന്ന് വരുന്നത്. അപ്പൊ പിന്നെ അവിടെ ഉടനെ തന്നെ നമസ്കാരം ബാത്തിലാകുകയാണ് ചെയ്യുക. ഇനി അങ്ങനെയല്ല, ഔ അന്നഹു സലാം, എന്താണ് ഈ ഒഴിവാക്കിയത്? സലാമാണ് എന്നാണ് ഓർമ്മ അല്ലെങ്കിൽ സാധ്യത. അതിന് കുഴപ്പമൊന്നുമില്ല. യുസല്ലിമു ഒന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഒന്നും ഖിയാമത്ത് നടക്കൂല. ഒന്നാണ് സലാം വീട്ടിയാൽ മതി. ഏതോ ഒരു ഫർള് ഒഴിവാക്കിയെന്ന് ഓൻ ഉറപ്പുണ്ട്, പക്ഷേ അത് ഏതാണെന്ന് അറിയില്ല. സലാമും ആവാം എന്നാണെങ്കിൽ ആട് സലാം വീട്ടിയാൽ മതി. നഹറാസ് ആ സംശയമുള്ളത് സലാമാണെന്ന് വെക്ക, എന്നിട്ട് സലാം വീട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ വയൻത്വാരൽ ഫസ്ലു, ഈ സംശയം വന്നതിന്റെയും സലാം വീടുന്നതിന്റെ ഇടയിൽ എത്ര സമയം നീണ്ടാലും ഒരു കുഴപ്പമില്ല. അന്തം വിട്ട് കുത്തിരുന്ന് കുറെ നേരം ഒന്നുമില്ല, സംശയമൊന്നുമില്ല. അത്തയ്യാത്തും സ്വലാത്തും ദുആവും ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അന്തം വിട്ട് കുത്തിരിക്കുക, കുറേ നേരം അന്തം വിട്ട് കുത്തിയതിനു ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും, ഒരു കുഴപ്പമില്ല. നമസ്കാരം മാത്രമല്ലല്ലോ, അത്രയും വലിയ പരമാവധി വരുള്ളൂ. അതായത് കുറെ കഴിഞ്ഞിട്ട് സംശയം വന്നു, സലാമാണെന്ന് സാധ്യത ഉണ്ട്, നാട് സലാം വീട്ടിയാൽ മതി. അതെ, ഇനി സലാമാണെന്ന് സംശയിച്ചാൽ സലാം വീട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നിയ്യത്തോ തക്ബീറത്തുൽ ഇഹ്റാമോ ആണെന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലായി, തുടക്കത്തിൽ തന്നെ തുടങ്ങാൻ വേറെ മാർഗമൊന്നുമില്ല. ഇനി ഇത് മൂന്നും അല്ലാത്തതാണെങ്കിലോ, ഔഅന്നഹുമായി സലാമോ അല്ല, നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമും അല്ല, എന്നാൽ അഖദ ബിൽ അസ്വഇ, ഏറ്റവും സൂക്ഷ്മമായതുകൊണ്ട് പിടിക്കുക. ഏറ്റവും കണിശമായ സൂക്ഷ്മത ഏതാണോ അതെടുക്കുക. കാരണം ഏതോ ഒന്ന് ഒഴിവായി നിന്ന് ഉറപ്പാണല്ലോ, അത് ഏതാണെന്ന് ഉറപ്പില്ല. എന്നാൽ സൂക്ഷ്മത ഏതാണോ അതനുസരിച്ച് ചെയ്യുക. ബന അലാമാ ഫഅലു, എന്നിട്ട് ബാക്കി തുടർന്ന്. ഉദാഹരണം, റുകൂഅോ ആവാം, സുജൂദോ ആവാം. ഇവൻ രണ്ടാമത്തെ സുജൂദ് എന്നാ സംശയം വരുന്നു, അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഒന്നാമത്തെ സുജൂദ് ചെയ്തിട്ട് ഇടയിൽ ഇരുന്നിട്ടുള്ള രണ്ടാമത്തെ സുജൂദ് ആണോ ഇത്, അതല്ല ഇതിന്റെ ആദ്യത്തെ സുജൂദ് തന്നെയാണോ എന്ന് സംശയം. എന്നാ ആദ്യത്തെ സുജൂദാണെന്ന് വെച്ചാൽ മതി, പ്രശ്നമില്ലല്ലോ. ആദ്യത്തെ സുജൂദാണെന്ന് വെച്ച് എന്നിട്ട് പിന്നെ ഒന്നുകൂടി തക്ബീർ ചൊല്ലി ഇടയിൽ ഇരുത്തിയിരുന്ന് രണ്ടാമതൊരു സുജൂദ് കൂടി ചെയ്യാം. അങ്ങനെ അല്ല, ഫാത്തിഹയാണോ അതല്ല റുക്കൂ ആണോ എന്ന് സംശയിച്ചു, എന്നാ ഫാത്തിഹ നിൽക്കുക, നൃത്തത്തിലേക്ക് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ റുക്കൂ കൂടി ചെയ്യുക. ഖലാസ്. വതദാറക്കൽ ബാഖിയ മിൻ സലാത്തി, നിസ്കാരത്തിൽ നിന്ന് ബാക്കിയുള്ളതിനെ പിന്നീട് പരിഹരിക്കുകയും ചെയ്യണം. ഇങ്ങനെ നിറയെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ടല്ലോ. തത്തുല്യമായ അടുത്ത റക്അത്തിൽ ഒന്ന് വന്നതിന് ശേഷമാണെങ്കിൽ
ഒന്നാം റക്അത്തിലെ ഫാത്തിഹ ഒഴിവായി എന്ന് ഓർമ്മ വന്നു. രണ്ടാം റക്അത്തിലെ റുക്കുവിൽ വെച്ചിട്ടാണ് ഓർമ്മ വന്നത്. ഒന്നാം റക്അത്തിലെ ഫാത്തിഹ നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ എന്തായി? ഇപ്പൊ രണ്ടാമത്തെ റക്അത്തിലെ ഖിയാമിലെ ഫാത്തിഹയോടുകൂടി ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹ ആകുക. അപ്പൊ ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ റുക്കുവിലാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടി വരും ലാസ്റ്റ്, അത്രയേ ഉള്ളൂ. പക്ഷേ നാം ഇല്ലമ്മക്കുന്നിൽ മിസ്ലു, ഈ ഉപേക്ഷിക്കപ്പെട്ടതിന് തുല്യമായത് ആയിരുന്നില്ലെങ്കിൽ മിനസ്വലാത്തി, നിസ്കാരത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഒറിജിനൽ ഫർദുകളിൽപ്പെട്ടതല്ല. ഏതുപോലെ ഉദാഹരണം, കസുജൂദി തിലാവത്തിൻ, ഒരാള് ഒരു റക്അത്ത് നിസ്കരിച്ചു, രണ്ടാം റക്അത്തേക്ക് പോയി. രണ്ടാം റക്അത്തില് ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദിൽ ആയത്തെത്തി. ആ ആയത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം ഓൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്തു. ഈ തിലാവത്തിന്റെ സുജൂദ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഓർമ്മ വന്നു, പടച്ചോനെ കഴിഞ്ഞ ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ ഒരു സുജൂദില്ലേ ചെയ്തിട്ടുള്ളൂന്ന്. എന്നാ പിന്നെ അടുത്ത റക്അത്തത്തെ സുജൂദിലാണല്ലോ ഇപ്പൊ ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോഴുള്ള ഇവിടെ സുജൂദ് തന്നെയാണ്. പക്ഷെ ഈ സുജൂദ് ഏതല്ല? നിസ്കാരത്തിന്റെ സുജൂദ് അല്ലല്ലോ, ഇത് തിലാവത്തിന്റെ സുജൂദല്ലേ. അപ്പൊ അത് പോരാ. അപ്പോ പിന്നീട് തുല്യമായതിനെ ചെയ്യുന്നത് വരെ ഓർമ്മ വന്നിട്ട് ആ തുല്യമായത് കൊണ്ട് പരിഗണിക്കപ്പെടുന്ന ഈ തുല്യമായ വസ്തു നിസ്കാരത്തിൽപ്പെട്ടതാകണം. അതായത് രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിലാണ്, ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് നഷ്ടപ്പെട്ടു എന്ന് ഓർമ്മ വന്നാൽ ഇതുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിലെ സുജൂദായി പരിഗണിക്കപ്പെടും, ഇടക്കുള്ളത് എണ്ണപ്പെടാതെ പോകും. അതേസമയത്ത് ഈ ഓർമ്മ വന്ന് തിലാവത്തിന്റെ സുജൂദിലാണെങ്കിലോ അത് പറ്റൂല, നിസ്കാരത്തിന്റെ സുജൂദ് തന്നെ ചെയ്യണം അവിടെ. അപ്പൊ പിന്നെന്താക്കുക, ഈ തിലാവത്തിന്റെ സുജൂദ് ആ നൃത്തമൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ടാമത് ഇടയിലിരുത്ത്, അവിടെ സുജൂദ് ഇരുന്നിട്ട് ഇരിക്കുക, അപ്പൊ ഇടയിലിരുത്തായി, എന്നിട്ട് പിന്നെ ഒരു സുജൂദ് ചെയ്യുക, എന്നിട്ട് ഖിയാമിലേക്ക് പോവുക. അതിന്റെ ഇടക്കുള്ളത് നേരത്തെ ചെയ്തതൊക്കെ എണ്ണപ്പെടാതെ പോയി. ഇനി ഇതൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ അതല്ലെങ്കിൽ ഇമാമോ ആണെങ്കിൽ പറഞ്ഞതാണ്. ഏത്? അടുത്ത റക്അത്തിൽ ഈ നഷ്ടപ്പെട്ടതിന് തുല്യമായത് ചെയ്യുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചുപോയി ചെയ്യുകയും ബാക്കി തുടർന്ന് പ്രവർത്തിക്കുകയും വേണം, ഇടക്കുള്ളത് എണ്ണപ്പെടാതെ പോകുമെന്നും. അടുത്ത റക്അത്തിൽ തുല്യമായത് ചെയ്തതിന് സമയത്താണ് ഓർമ്മ വന്നതെങ്കിൽ അതുകൊണ്ട് പരിഗണിക്കപ്പെടുകയും ഇടക്കുള്ളത് എണ്ണപ്പെടാതെ പോവുകയും ലാസ്റ്റ് ഒരു റക്അത്ത് നിസ്കരിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിലാണ്. എന്നാൽ മഅ്മൂമുൻ, മഅ്മൂമാണെങ്കിലോ അലിമ, ഓൻ ഉറപ്പായി, അല്ലെങ്കിൽ ഔ ശക്ക, അല്ലെങ്കിൽ ഓന് സംശയം വന്നു. എപ്പം ഖബല റുകൂഇഹി, ഈ മഅ്മൂം റുകൂഅ് പോടേന് മുമ്പ്. എന്നാൽ വബഅദ റുകൂഇ ഇമാമിഹി, ഇമാം റുകൂഅ് ചെയ്തും കഴിഞ്ഞു. ഇമാം റുകൂഅ്ക്ക് പോയിന്, മഅ്മൂം റുകൂഅ്ക്ക് പോയിട്ടില്ല. അപ്പൊ ഈ മഅ്മൂമിനൊരു സംശയം, എന്ത്? അന്നഹു തറക്കൽ ഫാത്തിഹത്താൻ, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേന്ന് സംശയം വന്നു. എന്നാ പിന്നെന്താ ചെയ്യാ? അത് പലപ്പോഴും വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. മഅ്മൂമ് ഫാത്തിഹ ഓതിയോ ഇല്ലേന്ന് സംശയം, അപ്പോത്തിന് ഇമാം റുക്കൂലെത്തിന്, ഇയാള് പക്ഷെ റുക്കൂ പോയിട്ടില്ല. എന്നാൽ ഫയഖ്റഉഹാ, ആ ഖിയാമിൽ തന്നെ നിന്നുകൊണ്ട് അവൻ ആ ഫാത്തിഹ ഓതിക്കൊള്ളണം. എന്നിട്ട് ഖൽഫഹു, ഇമാമിന്റെ പിന്നിൽ അവൻ അങ്ങനെ പോയാ മതി എന്ന് പറഞ്ഞാൽ ഇവൻ ഫാത്തിഹ ഓതി പൂർത്തിയാക്കി വേഗം റുക്കൂയിൽ പോയി ഇത്ദാല് കഴിഞ്ഞ് അപ്പോക്ക് ഇമാമ് രണ്ടാമത്തെ സുജൂദിലെത്തിന്, കുഴപ്പമില്ല. ദീർഘമായ 3 ഫർദ് വരെ പിന്തി നിൽക്കാൻ അനുവദിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലമാവുന്നു ഇത്. കാരണം മോന് ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയവനാണ്, ഫാത്തിഹ മറന്നുപോയതാണ്. പക്ഷേ ഇവൻ റുക്കൂ പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഓർമ്മ വരികയോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിക്കുകയോ ചെയ്താൽ അവിടെ ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ നിസ്കാരം ബാത്തിലാവും. മറിച്ച് അവിടെ തന്നെ നിന്നിട്ട് ഫാത്തിഹ ഓതി തീർത്ത് അപ്പോക്ക് ഇമാമിന്റെ റുക്കൂ കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ദീർഘമായ 3 ഫർദ് വരെ പിന്താൻ അനുവാദമുള്ള ഉദ്റുള്ള സ്ഥലങ്ങളിൽപ്പെട്ടതാണ് അവൻ ഫാത്തിഹ ഓതിയിട്ട് പോയാൽ മതി. എന്നാ
വബഅദ റുകൂഇഹിമാ, ഇമാമും റുക്കൂ ചെയ്തു, മഅ്മൂമും റുക്കൂ ചെയ്തു. മഅ്മൂം റുക്കൂയിൽ ചെയ്തതിന് ശേഷമാണ് എന്ത് ഓർമ്മ വന്നത് അല്ലെങ്കിൽ സംശയിച്ചത്? ഈ മഅ്മൂമിന് സംശയം, ഞാൻ ഓതിയിട്ടില്ലല്ലോ ഫാത്തിഹ, അല്ലെങ്കിൽ ഓതിയിട്ടില്ല എന്ന് ഉറപ്പായി. രണ്ടായാലും ഒരു ഹുക്മ, അതുകൊണ്ട് രണ്ടുകൂടി കൂട്ടി പറയുന്നത്. ഒറ്റക്ക് സ്കരിക്കുന്നവനാണെങ്കിൽ വേഗം ഖിയാമിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഫാത്തിഹ ഓതി രണ്ടാമത് റുക്കൂ ചെയ്താൽ മതി. ഇമാമാണെങ്കിലും അങ്ങനെ തന്നെ, വേഗം ഖിയാമിലേക്ക് വന്ന് ഫാത്തിഹ ഓതിയിട്ട് റുക്കൂയിൽ പോയാൽ മതി. പക്ഷേ മഅ്മൂമോ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയി റുക്കൂയിൽ എത്തിയതിന് ശേഷമാണ് ഇവന് ഓർമ്മ വന്നത് ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല. അതല്ലെങ്കിൽ റുക്കൂയിൽ എത്തിയതിന് ശേഷമാണ് ഇവന് സംശയം വന്നത് ഞാൻ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലേ. എന്നാ പിന്നെ ലം യഉദ്, ഇതാപ്പ വ്യത്യാസം. മഅ്മൂം മടങ്ങിപ്പോരാൻ പാടില്ല ലിഖിറാഅത്തിഹി, അവന്റെ ഓത്തിന് വേണ്ടിയിട്ട് അൽ ഫാത്തിഹത, ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പൊ ഒറ്റക്ക് സ്കരിക്കുന്നവനും ഇമാമും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അവിടെ. മഅ്മൂം സുജൂദ് പോണേന് റുക്കൂ പോണേന് മുമ്പാണെങ്കിൽ അവിടെ നിന്ന് ഓതിയിട്ട് പോന്നാ മതി, 3 ഫർദ് വരെ പിന്താൻ പറഞ്ഞു. പക്ഷെ റുക്കൂയിൽ എത്തിയതിനു ശേഷമാണ് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ സംശയം വന്നത്. ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം വന്നു. എന്നാൽ ഒറ്റക്ക് സ്കരിക്കുന്നവനും ഇമാമും തിരിച്ചു വരാറില്ല. ഇവൻ തിരിച്ചു വരാൻ പറ്റൂല. പിന്നെന്താക്കുക? ഇമാമിന്റെ കൂടെ അങ്ങനെ പോവുക. വല്യത്തുബാവ് ഇമാമവും ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പോവുക. പക്ഷെ അവന്റെ ആ റക്അത്ത് നഷ്ടപ്പെടും. പിന്നെ യുസല്ലി, മഅ്മൂം നിസ്കരിക്കണം, റക്അത്ത് നിസ്കരിക്കണം ബഅദ സലാമിൽ ഇമാമി, ഇമാം സലാം വീട്ടിട്ട്. കാരണം ഇടയ്ക്കുള്ള ഇവന്റെ ആ റക്അത്ത് എണ്ണപ്പെടാതെ പോയി. പക്ഷേ ഇമാമിനോട് മുത്താബഅത്ത് എന്ന് പറഞ്ഞ ഫർദുള്ളത് കൊണ്ട് തിരിച്ച് റുക്കൂയിലേക്ക് പോരാൻ ഇവന് പറ്റൂല. അപ്പൊ മഅ്മൂം ആവുമ്പോ റുക്കൂ പോണതിന് മുമ്പാണ് ഓർമ്മ വന്നതെങ്കിൽ അത് ചെയ്തു പോന്നാ മതി. റുക്കൂ പോയതിനു ശേഷമാണെങ്കിലോ ഓൻ ആ റക്അത്ത് നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കുക, ഇമാമിന്റെ കൂടെ അങ്ങനെ പോവുക, എന്നിട്ട് ഇമാം സലാം വീട്ടിയതിനു ശേഷം റക്അത്ത് നിസ്കരിക്കാം. ഇതാണ് അതിന്റെ പണി. ഇങ്ങനെ 14 ഫർദുകളെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ചുരുക്കം ചില സുന്നത്തുകളാണ് ഇനി ഉണർത്തുന്നത്. കുറച്ച് ഓതാ, തീർക്കാൻ കഴിയും തോന്നില്ല. എന്താ കുറച്ചധികം കണ്ടെന്നാലും ഇപ്പൊ അങ്ങനെ നിർത്തിയേക്കാൾ കുറച്ചുകൂടി ഓതാ. ഫറവ് സുന്ന ദുഖൂലു സ്വലാത്തിൻ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ സുന്നത്താക്കപ്പെടും. എങ്ങനെ? ബിനശാത്തിൻ, നല്ല ഉന്മേഷത്തോടുകൂടി, ഒരാവേശം വേണം. അതിന് നമ്മക്കിപ്പോ ഇതിന്റെ ഇതന്നെ അറിയില്ല, നമ്മക്ക് എന്ത് ആവേശ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, വജുഇലതു ഖുർറത്തു ഐനി ലീ ഫിസ്സലാഹ്, ഈ ലോകത്ത് എനിക്ക് ആനന്ദം അനുഭവപ്പെടുന്നത് നിസ്കാരത്തിൽ മാത്രമാണ്. അല്ലാത്ത ഒരു സംഗതിയിലും ശരിക്ക് ആനന്ദം എന്നതില്ല. അപ്പൊ നിസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആസ്വദിക്കലാണ്. അതുകൊണ്ടാണ് ഒരു റക്അത്ത് കൊണ്ടൊക്കെ ചിലപ്പോ രാത്രി പൂർണ്ണമായിട്ട് നിസ്കരിച്ച സംഭവമൊക്കെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? അത് അങ്ങനെ ആസ്വദിക്കുകയാണ്, അതിലിങ്ങനെ സുഖിക്കുകയാണ് നിസ്കാരത്തിൽ. കാരണം എന്താ? നിസ്കാരം എന്ന് പറയുന്നത് റബ്ബുമായിക്കൊണ്ട് നേരിട്ടുള്ള മുനാജാത്ത. എന്താ ഇപ്പൊ ഇതിന്റെ ഒരു സംഗതി? നിങ്ങൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരൻ, നമ്മൾ തെരഞ്ഞെടുത്ത് ജയിച്ചു പോയ ഒരു MP അല്ലെങ്കിൽ ഒരു MLA, അയാളുമായിട്ട് ഒന്ന് ുള്ള ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിട്ട് ഒരു സംഭാഷണം നടത്താൻ അപ്പൊ എന്താ ഇപ്പൊ നമ്മൾ ഒരാഴ്ച ഉറക്കൊഴിച്ചാൽ എന്താ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. അതേ സമയത്ത് മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാൻ, അവൻ നമ്മൾ പറയുന്നതും ചോദിക്കുന്നതും കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മളിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള മലിക്കുൽ മുലൂക്കായ ജബ്ബാറാവുന്ന തമ്പുരാനോട് നേരിട്ടുള്ള സംഭാഷണം മുനാജാത്താണ് എന്ന് വരുമ്പോ എത്ര ഇപ്പൊ അതിന്റെ ഉന്മേഷം ഉണ്ടാണ്ട്. പക്ഷെ നമ്മൾക്ക് ആ ബോധം വരുന്നില്ല. അല്ലാഹു തആല നമ്മളെ ഉണർത്തി തെരുമാറാകട്ടെ. ലിഅന്നഹു തആല, എന്തുകൊണ്ട് ഉന്മേഷത്തോടുകൂടി നിസ്കാരത്തിൽ പ്രവേശിക്കണം എന്നറിയാൻ കാരണം, അല്ലാഹു തമ്പുരാൻ റമ്മ, അവൻ ആക്ഷേപിച്ചിരിക്കുന്നു, താരിക്കിഹി, ഈ ഉന്മേഷത്തെ കൈവെടിഞ്ഞുകൊണ്ട് മടിമൊഴിച്ചിലോടും നിരുത്സാഹത്തോടും കൂടി നിസ്കാരത്തിൽ പ്രവേശിക്കുന്നവരെ
അള്ളാഹു അധിക്ഷേപിച്ചിരിക്കുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ച് വിവരിച്ച് അല്ലാഹു തആല പറയുന്നു, ഇദാ ഖാമൂ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോകുമ്പോ ഖാമൂ കുസാലാ, നിരുന്മേഷവാന്മാരായി ഉത്സാഹമില്ലാത്തവരായി നിൽക്കും. വൽ കസലു, കുസാലാർഞ്ഞ മടിയന്മാര് എന്നാ. എന്താ ഈ കസല് മടി എന്ന് പറഞ്ഞ? അൽ ഫുതൂർ വത്തവാനി, നിരുത്സാഹം, ആവേശമില്ലായ്മ, അതിനാണ് എന്ത് പറയാ കസല്. കസല് അതിലേക്കൊരു സന്തോഷവും ആവേശവും ഇല്ലാതെ ഉത്സാഹരഹിതമായി കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമോ? ഇനിയിപ്പ എങ്ങനെ ഇപ്പൊ നിസ്കരിക്കാഞ്ഞാല് ആൾക്കാർ എന്താ പറയാ എന്ന നിലക്കാ നിൽക്കുന്നത്. ഇതൊരു ചാൻസാണ്, റബ്ബിനോട് മുനാജാത്ത് ചെയ്യാൻ കിട്ടിയ ഒരു സന്ദർഭമാണ് എന്ന നിലക്ക് അത് ഉപയോഗിക്കപ്പെടുത്തണം എന്നുള്ള ഉത്സാഹവും ഉന്മേഷവും അല്ല. അങ്ങനെയുള്ളവരെ മുനാഫിഖീങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അങ്ങനെ വളരെ ഉന്മേഷത്തോടുകൂടി മാത്രമല്ല, ഫറാഖി ഖൽബിൻ, മറ്റെല്ലാ ശുഗലുകളും മിനശ്ശവാഗിലി, കണ്ടോ, ദുന്യവിയായിരിക്കുന്ന ശുഗലുകളിൽ നിന്നെല്ലാം ഖൽബിനെ ഒഴിവാക്കിക്കൊണ്ടും വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമാണ് പണ്ട് നമ്മൾ പറയണത്. വല്ലാത്ത വിശപ്പുണ്ട്, ഭക്ഷണം തയ്യാറുമാണ്, അല്ലെങ്കിൽ വല്ലാത്ത ദാഹമുണ്ട്, വെള്ളം സമീപത്തുണ്ട് താനും, അതല്ലെങ്കിൽ ലൈംഗികമായ വല്ലാത്ത വികാരമുണ്ട്, ഭാര്യ സമീപത്തുണ്ട് തന്നെ, അല്ലെങ്കിൽ വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, നിസ്കാരം കളാകാനായിട്ടില്ല, നന്നായി മലവിസർജനത്തിന് മുട്ടുന്നുണ്ട്, നിസ്കാരം കളാവുന്നുള്ള പേടിയില്ല, അല്ലെങ്കിൽ കീവായി പോകാൻ വല്ലാതെ മുട്ടുന്നുണ്ട്, നിസ്കാരം കളാവുന്നുള്ള സാഹചര്യം വന്നിട്ടില്ല. ഇവിടെയൊക്കെ ആ കീവായു വിട്ട് അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് മലവിസർജനം നടത്തി, അതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് അങ്ങനെയുള്ള ശോധനകളിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട്. കാരണം എന്താ, മറ്റേ നിസ്കാരത്തിന് പൗതി ഇതിൽ വയ്ക്കാനും ശോധന. അപ്പൊ ഫറാഹുൽ ഖൽബ് കിട്ടൂല. അപ്പൊ അത് ഫറാഹ് വരുത്തിക്കൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ സഹായിക്കുന്നതാണ്. ലിഅന്നഹു കാന, ഈ ഫറാഹുൽ ഖൽബോട് കൂടിയുള്ള നിസ്കാരം അഖറബു ഇലൽ ഖുശൂ, ഖുശൂവിന് വളരെ എളുപ്പാ. ഖുശൂയിലേക്ക് അടുപ്പിക്കും എന്ന് പറഞ്ഞാൽ കൽബ് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടാതിരിക്കുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൽബിന്റെ സാന്നിധ്യം കിട്ടാൻ എളുപ്പമാണ്. അപ്പോ ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി നിസ്കാരത്തിൽ പ്രവേശിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്നിട്ട് ശോധനകളിൽ നിന്നിട്ടൊക്കെ കൽബിനെ ഒഴിവാക്കുകയും ചെയ്യണം. അതിന്റെ പുറമെ വസുന്ന ഫീഹ, അത് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വേണ്ടതാണ്, പ്രവേശിക്കാൻ പോകുമ്പോഴേ വേണ്ട. ഇനി നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും. നിസ്കാരത്തിൽ നേടാ കുല്ലിഹ, തുടക്കം മുതൽ അവസാനം വരെ നിസ്കാരത്തിൽ ഖുശൂ വേണം. ഖുശൂ ബിഖൽബിഹി, ഖൽബ് കൊണ്ടുള്ള ഖുശൂ വേണം. എങ്ങനെ ഇപ്പൊ ഈ ഖുശൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയഭക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ ഖുശൂ എന്ന് പറഞ്ഞാൽ പല ഇമാമിയങ്ങളും പല അർത്ഥങ്ങളാ പറഞ്ഞത്. എന്നാൽ അതിൽ വളരെ ലളിതവും വ്യക്തവുമാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ പറയുന്നത്. എന്താണത് ഖൽബ് കൊണ്ടിട്ടുള്ള ഖുശൂ എന്ന് പറയുന്നത്? ബി അല്ലാ യുഹ്ദിറ ഫീഹി, ആ ഖൽബിൽ ഹാദിറാക്കാതിരിക്കൽ കൊണ്ട്, വൈറമാ ഹുവ ഫീഹി, താൻ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതല്ലാത്ത മറ്റൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സിനെ ചെലുത്തുക. അത് പോരുന്നതിനൊപ്പം പോരണം. മനസ്സ് വല്ലാത്ത സംഗതിയാണ്. അത് ഇടത്തോട്ടും പായും വലത്തോട്ടും പായും. ചിലപ്പോ നമ്മൾ പോകുമ്പോ നമ്മളെപ്പോഴും പോരാതെ അവിടെ ഇടക്ക് നിൽക്കുകയും ചെയ്യും. അത് വരാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിൽ വരണം നമ്മുടെ മനസ്സ്. എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പുണ്യനാമത്തിൽ ചൊല്ലി ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ ഈ ഓതാൻ തുടങ്ങാണ്. അവിടെ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഇവൻ ആ റഹീമ കുടുങ്ങി. റസൂലുള്ളാഹിനെ പറ്റിയിട്ട് അല്ലാഹു തആല റഹീം എന്ന് പറഞ്ഞാണല്ലോ.
അള്ളാഹിനെ പറ്റിയിട്ടും റഹീം എന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ ആഖിറത്തിൽ പ്രത്യേക മോമിനിയക്ക് ഗുണം ചെയ്യുന്നവർ എന്നാണ്. അപ്പൊ നിബിതങ്ങൾ നമുക്ക് ശഫാഅത്ത് തരുകയും അള്ളാഹു തആല നമുക്ക് പുറത്തു തരുകയും ചെയ്ത രണ്ട് റഹീമിന്റെയും സിഫത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ വന്നാൽ നമ്മൾ ആഖിറം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ പടച്ചോനെ ആ മഹ്ശറയിലെ അവസ്ഥ എന്തായിരിക്കും? അപ്പോത്തിനും സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എത്തിയെന്ന്. അതുകൊണ്ട് പിന്നെ കാര്യമില്ല. ഇപ്പോ ചിന്തിച്ചൊക്കെ നല്ല കാര്യം തന്നെയാണ്, പറഞ്ഞിട്ടേരില്ല. നിസ്കാരത്തിൽ ഖുശൂഇനെതിരാകും. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ താൻ ഇപ്പോൾ എവിടെയുണ്ടോ അവിടെ തന്റെ മനസ്സ് വരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം റബ്ബിനെ സ്തുതിക്കുകയും അവൻ ചെയ്തെന്ന മഹത്തായ നിഅമത്തിന് ഞാൻ എത്രയും സ്തുതിച്ചാൽ മതിയാകാത്തതാണ്. അതവിടെ നിൽക്കാൻ പാടില്ല. ഉടനെ അർ-റഹ്മാനിർ റഹീം, റബ്ബിന്റെ റഹ്മാനിയത്ത് റഹീമിയത്ത് അതിങ്ങോട്ട് പോന്നിട്ട് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമക്കാരൻ. അപ്പൊ ആ മഹ്ശറിനെ പറ്റി ഇങ്ങനെ അവിടെ നിൽക്കാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് എന്ന് പറയുന്ന വടക്കം നിനക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, വേറൊരാൾക്കും ഞാൻ അത് ചെയ്യൂല. അതുകൊണ്ട് ഇസ്തിആനത്ത് എന്ന് പറയുന്ന കാര്യം നിന്നോട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, വേറൊരാളിൽ നിന്നിട്ടും സഹായത്തിന് നിവൃത്തിയില്ല. ഇങ്ങനെ പറയുന്നതിലും ഇങ്ങനെ റുക്കൂ ചെയ്യുന്ന സമയത്ത് മനസ്സ് റുക്കൂവിനെ പറ്റി മാത്രം, ഏറ്റുതാൽ ചെയ്യുന്ന സമയത്ത് മനസ്സ് ഏറ്റുതാലിൽ മാത്രം. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അതിലൂടെ മനസ്സിനെ കൊണ്ടുവരിക. ഇതാണ് ഖൽബ് കൊണ്ടുള്ള ഖുശൂഅ് എന്ന് പറയുന്നത്. ഖൽബ് കൊണ്ടുള്ള ഖുശൂഅ്. അല്ലാതെ പഠിച്ചോനെ റബ്ബേ എത്ര വലിയ മഹാനാണ്, ഓൻ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പഠിച്ചുണ്ടാക്കി, അവൻ നമ്മളെ ഓരോ സെക്കൻഡിലും പോറ്റി വളർത്തുന്നു. ആ റബ്ബ് നമ്മളെ കാണുന്നു, കേൾക്കുന്നു, അവൻ നമ്മളെ അറിയുന്നു. പഠിച്ചോനെ ഞാൻ ഇത്ര മോശപ്പെട്ടവനാണ്, ഇന്റെ ഖൽബിലെ എല്ലാ കുറ്റങ്ങളും പോരാത്തരങ്ങളും ഓൻ അറിയല്ലോ. അള്ളാ, ഞാൻ നാളെ മഹ്ശറയിൽ വരുമ്പോൾ എന്റെ റബ്ബിനോട് ചോദിച്ചാൽ ഞാൻ എന്തേക്കാരം പഠിച്ചോനെ മറുപടി പറയാ? ഹൈലങ്ങട്ട് നീണ്ട് അപ്പോക്ക് ഇവന് എവിടെ എത്തിയാണ്? മസീദ് ദജ്ജാലിങ്ങൾ എത്തിയാണ്. ഫാത്തിഹയെന്ന് തുടങ്ങിയ മനുഷ്യന് ഇപ്പോഴും ഓൻ എവിടെ ഉള്ളത്? അല്ലാഹു അക്ബർ ഇങ്ങല. അത് ഖുശൂഅല്ല, മനസ്സിലായില്ലേ? അത് ഖുശൂഅല്ല. ഖുശൂഅ് ഖൽബ് കൊണ്ടുള്ള ഖുശൂഅ് എന്ന് പറഞ്ഞാൽ താൻ ഇപ്പോൾ എന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ അതിലൂടെ മനസ്സിനെ കൊണ്ടുപോയിരിക്കണം. അത് ബോധപൂർവ്വം ശ്രമിച്ചാൽ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. നല്ല കാര്യം തന്നെ. ഇബ്ലീസിന്റെ മൊസാരി റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൽ പെട്ടതാണ് ചിന്തയിൽ മുഴുക. എങ്ങനെ ഇവങ്ങനെ വരുന്ന സമയത്ത് നരകത്തിനെ പറ്റിയാണ് ഓർമ്മ വന്നു, അല്ലെങ്കിൽ സ്വർഗത്തിനെ പറ്റിയാണ് ഓർമ്മ വന്നു, അല്ലെങ്കിൽ സ്വലാത്ത് പാലത്തിനെ പറ്റിയാണ് ഓർമ്മ വന്നു, അതല്ലെങ്കിൽ ഹിസാബിനെ പറ്റി, അല്ലെങ്കിൽ മീസാനെ പറ്റി. ഹൈലങ്ങട്ട് ലയിച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ ചിന്തിച്ച് പേടിച്ച് കരയണൊക്കെ ഉണ്ട്. പക്ഷെ ഇവനെവിടെയുള്ളത്? ഇവനൊക്കെ കഴിഞ്ഞ് ഫാത്തിയും കഴിഞ്ഞ് റുക്കുവും കഴിഞ്ഞ് ഇത്തിദാല് കഴിഞ്ഞിട്ട് സുജൂദക്ക് പോവുക. ഇപ്പോഴും അവിടെയുള്ളത്. അതന്നെ ഇബ്ലീസിന്റെ ഉദ്ദേശം, നമ്മളെ നിസ്കാരത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ. അത് ഇബ്ലീസിന്റെ ഫിത്നകളിൽപ്പെട്ടതാണ്. അതായത് നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നോടത്ത് കൂടെ ഖൽബിനെ കൊണ്ടുവരണോ, അതാ. ഇനി വബിജവാരിഹി, ഖൽബ് കൊണ്ട് മാത്രമല്ല അവയവങ്ങളെ കൊണ്ട് ഖുശൂഅ്. അങ്ങനെ അവയവങ്ങളെ കൊണ്ട് ഒന്നും അനാവശ്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ബാഹ്യമായ അടക്കി ഒതുക്കുന്ന ഒതുക്കും. അതിനെതിരാണ് ഏത് നമ്മൾ പണ്ട് പറഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വിരൽ ഉയർത്തിയതിന്റെ സമയത്ത് ഇത് ഇങ്ങനെ പല്ലിന്റെ വാലിന് തല്ലുകൊണ്ടേക്ക് ഇതിങ്ങനെ പടച്ചു കൊടുക്കുക. അത് അബസാണ്. ഈ അബസ് ചെയ്യുക എന്ന് പറയുന്നത് ബാഹ്യമായ ഖുശൂഇനെതിരാണ്. അതുപോലെ അവിടെ നിന്ന് ചൊറിഞ്ഞ് ഇവിടെ ഒന്ന് മാന്തി ആ തലയെക്കൊട്ടൊന്ന് ചൊഗ്ഗാക്കി തുണി ഒന്നും ഇങ്ങോട്ട് കുപ്പായത്തിന് കൊടുക്കൊന്ന് അങ്ങോട്ടാക്കി ഇവിടെ പുറത്തൊന്ന് വലിച്ചു നീട്ടി അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ നിൽക്കാൻ നിന്നാലും 101 പണിയാണ് നിസ്കാരത്തിന്റെ ഇടയിൽ. തുടർച്ചയായി 3 പ്രവൃത്തി ചെയ്യുന്നില്ല, നിസ്കാരം പാത്തിലാവില്ല പറഞ്ഞിട്ട് ഖുശൂഇനെതിരാണ്. അപ്പൊ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ട പ്രവൃത്തിയല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഖൽബ് കൊണ്ട് താൻ ഇപ്പോൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് അതിലൂടെ മനസ്സിനെ കൊണ്ടുപോവുക. ഇതാണ് ബാഹ്യമായ ഖുശൂഅ്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ഖുശൂഅ്, 2 ഖുശൂഅ്. വദാലിക ഇങ്ങനെ 2 ഖുശൂഅ് വേണം എന്ന് പറയാൻ കാരണം ബിസനാഇല്ലാഹി തആല, അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട്, ഫീ കിതാബിൽ അസീസ്, അവന്റെ ആദരവാക്കപ്പെട്ട ഖുർആനുൽ ശരീഫിൽ, അലാ ഫാഇലിഹി, ഇങ്ങനെ ഖുശൂഅ് നിർവഹിക്കുക, ഖുശൂഅോട് കൂടി നിസ്കരിക്കുന്നവരുടെ മേൽ അല്ലാഹു തആല വല്ലാതെ സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. ബിഖൗലിഹി,
അല്ലാഹു തആലയുടെ തിരുവചനം കൊണ്ട് എന്താ പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും ഈമാനുള്ള ആളുകളെല്ലാം വിജയം കൈവരിച്ചു കഴിഞ്ഞു. അല്ലദീന, എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? ഹും, അവര് ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യം ശരിയായ നിലക്ക് മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്യുകയും പറയുകയും ചെയ്യുന്നു. ബാഹ്യമായ അവയവങ്ങളൊക്കെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ വിജയിച്ചു പോയി. കണ്ടോ? ആദ്യം അല്ലാഹു തആല അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ആദ്യം ഈമാനാ പറഞ്ഞു. ഞാൻ സമയമല്ല, ക്ലാസിന്റെ ടൈം തന്നെ കഴിഞ്ഞിപ്പോ തന്നെ. ആദ്യം ഈമാനാ പറയുന്നത്, എന്നിട്ടാണ് എന്ത് പറയുന്നത്? ഫീ സ്വലാത്തിഹിം ഖാശിഊൻ പറയുന്നത്. അപ്പം അൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പം ഒന്ന് ഉള്ളിൽ വിശ്വാസം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസം വേണം. അതോടുകൂടി നിസ്കരിക്കുകയും വേണം. അപ്പോഴേ അൽ മുഅ്മിനൂനിൽ പെടുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. മൻ സ്വല്ലാ സ്വലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഹുവൽ മുഅ്മിനു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി. മൻ സ്വല്ലാ സ്വലാതനാ, അല്ലാത്ത അതൊക്കെ ഇപ്പൊ പറയേണ്ട സമയമല്ല. അതൊക്കെ ആദർശ ചർച്ചന്റെ സമയത്ത് പറയണം. 5 വക്ത് നിസ്കരിക്കുന്നവര് എന്നല്ല നബി തങ്ങൾ പറയും. മൻ സ്വല്ലാ സ്വലാതനാ, നമ്മളെ നിസ്കാരം അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിസ്കാരം നിസ്കരിച്ചു. വസ്തഖ്ബല ഖിബ്ലതനാ, ഖിബിലേക്ക് മുന്നിടുക എന്നല്ല, നമ്മളെ ഖിബിലക്ക് മുന്നിട്ടു. അതും പോരാ. വഅകല ദബീഹതനാ, നമ്മൾ അർത്ഥം തിന്നുകയും വേണം. എന്നാ കുത്തുബിയത്തോതിയ മൊല്ലാക്ക അർത്ഥ ഇറച്ചി 4000 വട്ടം കാഫറായ മൊല്ലാക്ക അന്ന് സുബഹിക്കുന്നതിന് മുമ്പ് അർത്ഥ പോത്തിറച്ചി കായൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി കറി വെച്ച് തിന്നുന്ന വഹാബി മൗദൂദിനെ പറ്റിയല്ല പറയുന്നത്. മറിച്ച് ബദരീങ്ങളാണ്ടിക്ക്, അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങളെ നേർച്ചയ്ക്ക്, അതല്ലെങ്കിൽ മൊയ്തീൻ ശേഖിന്റെ ആണ്ടിക്ക് നേർച്ചയാക്കി അറുത്ത പോത്തിന്റെ ഇറച്ചി തിന്നാൻ പറ്റണോ? ഹുവൽ മുഅ്മിനു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സംരക്ഷണ ബാധ്യതയുള്ള യഥാർത്ഥ മുഅ്മിൻ അവരാ. ഒക്കെ മൻസല്ലാ സലാത്തിനൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ കോട്ടൂരിനോട് ചോദിച്ചു നോക്കേണ്ടി, നന്നായിട്ട് പറഞ്ഞുതരും. എനിക്കിപ്പോ അതിന് സമയമില്ല, ഞാൻ നിർത്തുകയാണ്, എന്റെ സമയം കഴിഞ്ഞാണ് തന്നെ. അപ്പൊ ഒന്ന് അല്ലാഹു തആല സ്തുതിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഖുശൂഅോടുകൂടി നിസ്കരിക്കണം എന്ന് പറയുന്നത്. മറ്റൊന്ന് വലിയ ഇന്തിഫായി സവാബി സ്വലാത്തി, നിസ്കാരത്തിന്റെ പ്രതിഫലം ഇല്ലാതാവുന്നത് കൊണ്ടും ബിന്ദിഫാഇഹി, ഏത് ഖുശൂ ഇല്ലാഞ്ഞാല് നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞവരുണ്ട്. അതിക്കു നമ്മൾ പോണില്ല. എന്നാൽ നിസ്കാരത്തിന് കൂലി പോവും. എത്ര കണ്ട് ഖുശൂ ഉണ്ടോ അത്ര മാത്രമാണ് പ്രതിഫലം കിട്ടുക. കമാദല്ലത്ത് അലൈഹിൽ ഹദീസു സഹിഹത്തു, ധാരാളം ഹദീസുകൾ ആ ആശയം കൊടുക്കുന്നുണ്ട്. വഅലം അന്നഹു ലൈസ ലക മിൻ സ്വലാത്തിക ഇല്ലാ മാ അഖൽത, നീ മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കരിച്ചതല്ലാതെ നിനക്ക് എണ്ണപ്പെടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ കൂലിട്ടണമെങ്കിൽ ഖുശൂ വേണം. ബാഹ്യമായി സഹിയാണെന്ന് ഫത്വ ചെയ്താലും പരലോകത്ത് കൂലിട്ടണമെങ്കിൽ ഖുശൂ വേണം എന്നല്ല വലിയ അന്നലനാ. മൂന്നാമത്തെ ഒരു കാരണം, നമുക്കുണ്ട് വജ്ഹൻ, ഒരു വജ്ഹുണ്ട്. ഷാഫി മദ്ഹബിൽ ഒരു വജ്ഹുണ്ട്, ഇഖ്താറഹു ജംഉൻ, ഒരു കൂട്ടം ഇമാമിങ്ങൾ അതിനെ തന്നെ മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? അന്നഹു ശർത്തുൽ സിഹ്ഹ, നിസ്കാരം സഹിയാകാൻ തന്നെ ഖുശൂ ഷർത്താണ്, ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിയാവൂല. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ വേണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് വിഷമമായതുകൊണ്ട് എല്ലാ സമയത്തും കൂടി വേണം എന്ന് പറയാതെ ചുരുങ്ങിയ സമയത്തെങ്കിലും വേണം എന്ന് പറഞ്ഞു. ആ ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും നല്ലത് നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്താണ്. അതാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറയുന്ന. അത്ര സമയത്തെങ്കിലും ഖുശൂ ഉണ്ട് എന്ന് പറയാലോ. അപ്പോ ഖുശൂ വേണം. ഞാൻ ഖുശൂ ഉണ്ടാകാൻ എന്തൊക്കെ വേണ്ടത് എന്നാ
അത് ഇൻഷാ അല്ലാഹ് സമയം ഇപ്പൊ തന്നെ 5 മിനിറ്റ് അധികമായി. ഖുശൂ ഉണ്ടാകാൻ എന്തൊക്കെ വേണം അത് ഇൻഷാ അല്ലാഹ് നാളെ ഓതാം. എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഖുശൂ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഓതാം.